നീ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് വരിക. നിങ്ങളുടെയൊക്കെ നോട്ടത്തിൽ ഞാൻ വെറും സ്വാർത്ഥന, മനസാക്ഷിയില്ലാത്തവൻ. ആ തോന്നലൊന്നും തിരുത്തണമെന്ന് ഞാൻ പറയില്ല. ഓരോരുത്തർക്കും ഓരോ ന്യായം. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇങ്ങോട്ടുള്ള ഈ വരവടക്കം. പ്രേമനെ കാണാണ്ട് മണിയൻറാശാരി കയറ് പൊട്ടിക്കണുണ്ടല്ലോ. ഇന്നെന്താ പണിക്ക് പോയില്ലേ? ഇല്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. വേണ്ട, അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങോർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസം തോന്നും. പക്ഷേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ. നീ പറയുന്നതേ അച്ഛൻ അനുസരിക്കുമെന്ന് എനിക്കറിയാം. കാര്യങ്ങളുടെ ഗൗരവം നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ പറയണം, സമ്മതിപ്പിക്കണം. എന്തിനാ വന്നതെന്നാവും നിന്നോട് പറഞ്ഞോ? ഇല്ല. പിന്നെന്തിനാ നീ അറിയുന്നേ? അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞാ മാഷ് എന്നോടെല്ലാം വിശദമായി പറയും എന്നല്ലേ അർത്ഥം? വേണ്ട, നീ അറിയേണ്ട കാര്യമല്ല. നീ വിചാരിച്ചാ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനും പറ്റില്ല. അത് കൊള്ളാം. ദേ, സത്യമായിട്ട് ഞാൻ പണങ്ങും കേട്ടോ. അല്ലാതെ തന്നെ മനസമാധാനം കളയാൻ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിൻ്റെ ഇടയിലാ നിങ്ങൾ അച്ഛനും മോനും കൂടെ. എന്ത് തല പോകുന്ന കേസാണെങ്കിൽ എന്നോടൊന്ന് പറ. ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല വാക്ക്. ഒന്നുമില്ലേലും എന്റെ ചേട്ടനല്ലേ വന്നത്. ചേട്ടൻ? അത് നിനക്കല്ലേ? കൂടപ്പുറപ്പായിട്ടൊരു പെങ്ങള് മാത്രമേ ഉള്ളൂ എന്നാ അവൻ പറഞ്ഞിട്ടുള്ളത്. ആരോട് പറഞ്ഞിട്ടുള്ളത്? ശ്രീകുട്ടിയെ കല്യാണം കഴിക്കാൻ വരുന്ന വീട്ടുകാരോട്. ശ്രീകുട്ടി അവളുടെ കല്യാണമായോ? അതിന് ഞാൻ ചെല്ലണം, ഞാൻ മാത്രം. കല്യാണമല്ലേ, അറിയാവുന്നവരാരെങ്കിലും ചോദിച്ചാൽ തന്ത ചത്തുവെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ശ്രീകുട്ടി പറഞ്ഞു അത്രേ മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങാതെ മണ്ഡപത്തിലേക്ക് കയറില്ലാന്ന്. ഇത്രയുള്ളോ? ഇതിനിപ്പോ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാഷ് പോണം, ശ്രീകുട്ടിയെ അനുഗ്രഹിക്കണം. വേണ്ട, നിനക്ക് ചെല്ലാൻ പറ്റാത്ത ഒരിടത്തേക്ക് ഞാനില്ല. ഹേയ്, അതൊന്നും സാരമില്ലാന്നേ. എന്തോന്നും സാരമില്ലാന്ന്? എന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, നീ കാരണം അവന്റെ മോളുടെ 2 ആലോചനകൾ മുടങ്ങിപ്പോയെന്ന്. നീ എന്ത് ചെയ്തിട്ടാ? എല്ലാം അറിയാവുന്ന ഒരുത്തി ഉണ്ടല്ലോ അവിടെ, നിന്റെ ചേച്ചി. അവളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അവൾക്ക് വേണ്ടിയല്ലേ നീ? പോട്ടെ മാഷേ, അതൊക്കെ പഴയ കഥ. അവരിപ്പോ പഴയ സ്കൂൾ മാഷയുടെ കുട്ടികളല്ല. ഒരാൾ ഡോക്ടർ, ഒരാൾ ബാങ്ക് മാനേജർ. അവർക്ക് അവരുടേതായ നിലയും വിലയും ഒക്കെ ഇല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആരാ? വെറും ഒരു കാർപ്പൻ്റർ, ജയിലിൽ പോയവൻ. ഇതെന്റെ അനിയനാണ് എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എനിക്കതിലൊരു തുള്ളി വിഷമം പോലും ഇല്ല. ഒന്നും ഓർക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ. അത് തന്നെ ഞാനും പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കണ്ടെന്ന്. കല്യാണം നമ്മുടെ ശ്രീകുട്ടിയുടെ. 5 വയസ്സ് വരെ കഥകൾ പറഞ്ഞു കൊടുത്തും കളിപ്പിച്ചും നിലത്ത് വെക്കാതാ ഞാൻ അവളെ കൊണ്ട് നടന്നിട്ടുള്ളത്. പല്ല് മുളച്ച സമയത്ത് അവൾ എൻ്റെ ഇവിടെ കടിച്ചൊരു കടി ഇപ്പോഴും അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ മോളല്ലേ അവള്. മുത്തച്ഛൻ വന്ന് അനുഗ്രഹിക്കണമെന്ന് വാശി പിടിക്കണമെങ്കിൽ അതവളുടെ മനസ്സിന്റെ നന്മ കൊണ്ടല്ലേ. അപ്പൊ മാഷ് പോണ്ടേ? ഇല്ല, ഞാൻ തീരുമാനം എടുത്തു. ആ തീരുമാനമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. കല്യാണത്തിന് മാഷ് പോകും, ഞാൻ കൊണ്ടുപോകും. പക്ഷെ നിന്നെ കാണുമ്പോ അവർക്ക് എന്നെ ആരും കാണൂല. അതിനുള്ള മന്ത്രമൊക്കെ എനിക്കറിയാം. ഐ വിൽ ബി ആൻ ഇൻവിസിബിൾ മാൻ. ദേ മാഷയുടെ കണ്ണ് നിറഞ്ഞു. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇത് പോക്കറ്റിലിടുന്നുണ്ട്, മറക്കണ്ട. വണ്ടി തിരിച്ചിട്ടേക്ക്, ഞാൻ പോരാ. അതൊന്നും വേണ്ട. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വന്നാൽ മതി. ഞാനിവിടെ ഉണ്ടാവും. സാറ് പോണില്ലേ? വേഗം വാ. ആ താനെടുക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ട്, വരിക. ഒരു മിനിറ്റ്. എന്നാലും എന്റെ മുത്തശ്ശൻ വന്നല്ലോ, എനിക്കത് മതി. കരയാതെ മോളെ, കരഞ്ഞ ആ കൺമഷൊന്നും കളയണ്ട. ആ കൈയൊന്നും ഇട്ട് തുറന്നു നോക്ക്. ഇത് എന്റെ മോള് കഴുത്തിലിട്.
എന്തിനാ അച്ഛാ ഇതൊക്കെ വെറുതെ? ഇത് എന്റെ മോക്ക് വേറൊരാളൊന്നും സമ്മാനമാ. തുറക്ക്. ഒരു 5 വയസ്സുകാരിയുടെ ഓർമ്മയ്ക്കാ. എവിടെ എവിടെ എന്റെ ചെറിയച്ഛൻ? ഒന്ന് മാറുക. നേരമായി, കുട്ടിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നോളൂ. ഒന്ന് വേഗം ആട്ടെ. പ്രഥമൻ 3 കേട്ടോ. പരിപ്പ്, പഴം, അട. മട്ട് കണ്ടിട്ട് ഇത് വക്കീലിന്റെ മോന്റെ കല്യാണത്തേക്കാൾ കൊഴുക്കുന്ന എനിക്ക് തോന്നുന്നു. കല്യാണ സീസൺ ആയാൽ നമ്മൾ ഡ്രൈവർമാർക്ക് ഒരു ഗുണമുണ്ട്, ഇഷ്ടം പോലെ സദ്യ ഉണ്ണ. ശരിയാ. കെട്ടു തുടങ്ങി. വേഗം ചെന്ന് ആദ്യത്തെ പന്തിയിലിരിക്കാം. വരുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ വാ പോവാം. കേരള ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയ? ഞങ്ങളുടെ കർപ്പനം കളഞ്ഞിട്ട് ഇവിടെ ഒരു സർക്കാർ ഞങ്ങളുടെ ഡ്യൂട്ടി ഒരു മുന്നറിയിപ്പില്ലാതെ വീട് വിളിക്കാൻ ഇവിടെ കുറെ പണക്കാരുണ്ടല്ലോ, അവരുടെ ബംഗ്ലാവ് പോയി പൊളിക്കും. ഞങ്ങൾ എവിടെ അന്തി ഉറങ്ങുന്നു പറ. നിങ്ങൾ ഈ ബഹളം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനൊക്കെ വ്യക്തമായ ഓർഡർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ബലം പ്രയോഗിക്കേണ്ടി വരും. ആരും ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇത് കോടതി ഉത്തരവാ. അത് നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? മാത്രമല്ല ഇത് ഈ നാടിന്റെ വികസനത്തിന്റെ ഭാഗമാണ്, ആവശ്യമാണ്. ഇനി ഇവിടെ പവർ സ്റ്റേഷൻ വരും. ദേ ആ കാണുന്ന കനാലിന്റെ മുകളിൽ പാലം വരും. അതൊക്കെ ഈ നാടിന്റെ ഗുണത്തിന് വേണ്ടിയാ, നാട്ടുകാരുടെ ഗുണത്തിന് വേണ്ടിയാ. എന്താ ഇവിടെ? നിങ്ങൾക്കൊക്കെ ഇനി പരിവഴി കിടക്കാം. ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തു. എന്റെ പൊന്നമ്മേ! അയ്യോ! ഒന്ന് മാറിക്കേ, മാറിക്കേ. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് വാടക കൊടുത്ത് തന്നെയാ താമസിക്കുന്നത്. ചുമ്മാ അങ്ങോട്ടങ്ങ് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ എവിടുത്തെ ന്യായമാ? പട്ടയം കിട്ടുമെന്ന് കരുതി പുറമ്പോക്കിൽ വീട് കെട്ടി വാടകയ്ക്ക് കൊടുത്തവര് വേറെയുണ്ട്. ഇവിടെ ചെട്ടിയാരാണെങ്കിൽ അപ്പുറത്തുള്ളത് പഴയ MLA മൊയ്തൂട്ടി വക്കീല. അവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ട് കാലം കുറയായി. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് പോകാൻ വരെ സ്ഥലമില്ല. കോടതിയോ പോലീസോ ആര് വന്നാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങില്ല. ചത്താലും ഇറങ്ങില്ല. അങ്ങോട്ട് മാറും. അങ്ങോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ വണ്ടി ഒന്നും എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. വേണ്ട, വേണ്ട. ഏത് പോലീസ് വന്നാലും ഞാൻ വരില്ല. ഞാൻ വരില്ല. കളക്ടറേറ്റ് ചെന്ന് പരാതി കൊടുത്താ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും. അതിനുള്ള വകുപ്പുണ്ട്. ഇപ്പൊ ഇവരവരുടെ ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ വീട് മാത്രമല്ലല്ലോ സീതമ്മേ, ബാലൻ മാസ്റ്ററുടെയും പ്രേമന്റെ ഉൾപ്പെടെ ഈ വരിയിലുള്ള 36 വീടുകളാ പോകുന്നത്. എന്നോട് ഒന്നും പറയണ്ട. ഞാനിവിടെ ഇറങ്ങത്തില്ല.